എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും മർത്താൻ മേരി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. തിരുവമ്പാടിയിലെ ആദ്യകാല കുടിയേറ്റക്കാരായ പുതുപ്പറമ്പിൽ ജോസഫ് മറിയാമ്മ ദമ്പതികളുടെ 7 മക്കളിൽ 5-ാമത്തെ ആളായ സിസ്റ്റർ തെരേസ് മേരി എന്ന അന്നമ്മ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 1961 കർമ്മലീത്ത സന്യാസ സഭയിൽ ചേർന്ന് ഒരു സന്യാസിനിയായിത്തീർന്നു. തൻ്റെ ശുശ്രൂഷാ മേഖലയായ അധ്യാപന രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുവാൻ സിസ്റ്ററിന് സാധിച്ചു. തൻ്റെ വിദ്യാർത്ഥികളെ മാതൃതുല്യം സ്നേഹിച്ച സിസ്റ്ററിന് അവരുടെ ആത്മീയവും ഭൗതികവുമായ മേഖലകളിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ CMC കോൺഗ്രിഗേഷൻ്റെ താമരശ്ശേരി പ്രോവിൻസിൻ്റെ അമരത്ത് നിരവധി വർഷക്കാലം അതുല്യമായ സേവനം നടത്തുവാനും സിസ്റ്ററിന് സാധിച്ചു. ഇപ്പോൾ പുഷ്പഗിരി കർമ്മലീത്ത മഠത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയും കൗൺസിലിംഗ് ശുശ്രൂഷയുമായി ദൈവരാജ്യ സേവനം നടത്തുന്ന സിസ്റ്ററിൻ്റെ ഈ സമർപ്പിത ജീവിതം നവസന്യാസിനിമാർക്ക് എന്നും ഒരു പ്രചോദനമാണ്. സെൻറ് മേരീസ് താമരശ്ശേരി പ്രോവിൻസിനെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റർ തെരേസ് മേരി ഞങ്ങളുടെ ഒരു അനുഗ്രഹമാണ്, ഒരു മാർഗദീപമാണ്. സിസ്റ്റർ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ സിസ്റ്ററിൽ നിന്ന് ലഭിച്ച ഒരു പ്രചോദനമാണ് എന്നെയും ഈ ദൈവവിളിയിലേക്ക് ആകർഷിച്ചത് എന്ന് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിവിധ ശുശ്രൂഷാ മേഖലകളിൽ പ്രൊവിൻഷ്യലായി 4 പ്രാവശ്യം, തുടർന്ന് വൈസ് പ്രൊവിൻഷ്യലായിട്ട് പലതവണ 4 പ്രാവശ്യം സെക്രട്ടറിയായി ഒക്കെ ജോലി ചെയ്ത ഒരു വ്യക്തിത്വം സിസ്റ്ററിനുണ്ട്. ഏതൊരു വ്യക്തിക്കും എപ്പോഴും കടന്നു ചെല്ലാവുന്ന ഒരു വ്യക്തിത്വമാണ് സിസ്റ്ററിൻ്റേത് എന്ന് എടുത്തു പറയുവാൻ എനിക്ക് അഭിമാനമുണ്ട്. മറ്റുള്ളവരെ കരുതുന്ന, അവരെ വളർത്തുന്ന, അവരെ സ്നേഹിക്കുന്ന, അവരെ പരിഗണിക്കുന്ന ഒരു വലിയ ഹൃദയഭാവം സിസ്റ്ററിനുണ്ട്. ദൈവാശ്രയത്തിലേക്ക് മറ്റുള്ളവരെ കടത്തിവിടാനും അവർക്ക് താങ്ങായി നിൽക്കുവാനും സിസ്റ്റർ ഒത്തിരിയേറെ പരിശ്രമിച്ചിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ കാലഘട്ടത്തിലാണ് ഈ പ്രോവിൻസിന് ഒത്തിരിയേറെ വളർച്ച, ഒത്തിരിയേറെ ഭവനങ്ങളുടെ തുടക്കങ്ങൾ എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ സിസ്റ്റർ ഒത്തിരിയേറെ ജീവിതം മറ്റുള്ളവർക്ക് സമർപ്പിച്ചു വെച്ച, കുട്ടികൾക്കായി മാറ്റിവെച്ച ഒരു മേഖലയായിരുന്നു ഓർഫനേജുകൾ. അതിന് തുടക്കം കുറിച്ചതും സിസ്റ്ററിലൂടെ തന്നെയെന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതൊരു വ്യക്തിക്കും കൗൺസിലിങ്ങിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഏതൊരു വ്യക്തിക്കും സിസ്റ്ററിലേക്ക് കടന്നു ചെല്ലുവാനും അവരെ വളർത്തുവാനും അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും സിസ്റ്റർ കാണിക്കുന്ന സഹിഷ്ണുത ഒന്ന് എടുത്തു പറയത്തക്കതാണ്. ഇന്ന് നമ്മോട് കൂടെയുള്ളത് താമരശ്ശേരി CMC പ്രോവിൻസിൻ്റെ സെക്രട്ടറിയും അസിസ്റ്റൻറ്റ് പ്രൊവിൻഷ്യാളും ഒക്കെ ആയിട്ട് നിരവധി വർഷങ്ങളോളം സേവനം ചെയ്തിട്ടുള്ള സിസ്റ്റർ തെരേസ് മേരിയാണ്. സിസ്റ്ററിനെ നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. സിസ്റ്ററുടെ കുടുംബത്തെ പറ്റിയും ബാല്യകാല ജീവിതത്തെ പറ്റിയും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമോ? പുതുപ്പറമ്പിൽ ജോസഫിൻ്റെയും മറിയാമ്മയുടെയും മകളായി 1941 ഞാൻ ജനിച്ചു. ഞങ്ങൾ 7 മക്കളാണുള്ളത്. അവർ 4 പേര് പെൺകുട്ടികളും 3 ആൺകുട്ടികളും. 1948-49 വർഷങ്ങളിൽ തിരുവിതാംകൂറിൽ നിന്നും ധാരാളം കുടിയേറ്റങ്ങൾ നടന്നപ്പോൾ എൻ്റെ കുടുംബവും തിരുവമ്പാടിയിലേക്ക് കുടിയേറിപ്പാർത്തു. അന്ന് തിരുവമ്പാടിയിൽ യാതൊരു വിധത്തിലുള്ള യാത്രാ സൗകര്യങ്ങളോ വാഹനങ്ങളോ സ്കൂളോ പള്ളിയോ ഇന്നത്തെ യാതൊരു സൗകര്യങ്ങളും ഇല്ലായിരുന്നു. എങ്കിലും എൻ്റെ ഇച്ഛാച്ചൻ വളരെ ദൈവഭക്തനും അതുപോലെ ദൈവവിശ്വാസിയുമായിരുന്നു. കിട്ടിയ സൗകര്യത്തിൽ താമസം ഉറപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ കാലഘട്ടത്തിൽ ചാച്ചന് ഒരു ഭയവും പേടിയുമില്ലായിരുന്നു. തിരുവമ്പാടിയിലേക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ വന്നതല്ലേ? അപ്പോൾ ഇവിടെയായിരുന്നു സ്കൂൾ ലൈഫൊക്കെ അല്ലേ? അപ്പം ഇവിടുത്തെ സ്കൂൾ ലൈഫിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന്.
പങ്കുവയ്ക്കാം. ഞാൻ പറഞ്ഞില്ല 1941 അവിടെ പാലായിൽ ജനിച്ചു എന്ന് മാത്രം. ഇവിടെ വന്നപ്പോൾ ഇവിടെ സ്കൂളോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ വന്നപ്പോൾ മുതൽ സ്കൂളിൻ്റെ ഒരു LP സ്കൂളും UP സ്കൂളും തിരുവമ്പാടിയിൽ തന്നെ ആരംഭിക്കുകയും തുടർന്ന് അവിടെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ 1-ാം ക്ലാസ്സിലേക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. 2-ാം ക്ലാസ്സിലേക്കാണ്. കുറച്ച് നാളത്തേക്ക് ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 2-ാം ക്ലാസ്സിലേക്കാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അവിടെ സെക്രട്ടേറിയറ്റ് UP സ്കൂള് ഇന്നും നിലവിലുള്ള സ്കൂളാണ്. അവിടെ 7-ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം 7-ാം ക്ലാസ്സിൽ പാസ്സായ ഉടനെ തന്നെ സെക്രട്ടേറിയറ്റ് ഹൈസ്കൂളിന് അംഗീകാരം കിട്ടി. അതുകൊണ്ട് എൻ്റെ പഠനം ഇടയ്ക്ക് നിർത്തിവെക്കേണ്ടി വന്നില്ല. അങ്ങനെ സെക്രട്ടേറിയറ്റ് ഹൈസ്കൂളിൽ 1959 അവിടുത്തെ സെക്കൻഡ് ബാച്ചിൽ ഞാൻ സാമാന്യം നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സായി. ഇവിടുത്തെ പഠനങ്ങളെല്ലാം നടക്കുന്ന ഒപ്പം തന്നെ കുടുംബത്തിലുള്ള പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഈ സന്യാസത്തിലേക്ക് ഏറ്റവും വലിയൊരു ചവിട്ടുപടിയാണല്ലോ. വീട്ടിലെ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാമോ? അത് ശരിയാണ്. എൻ്റെ വീട്ടിലെ ആ കുടുംബ അന്തരീക്ഷം എൻ്റെ ദൈവവിളിയെ തന്നെ സഹായിച്ചു. എൻ്റെ പേരൻസ് നല്ല ദൈവവിശ്വാസമുള്ളവരും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നവരുമായിരുന്നു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ചാച്ചന് വളരെ നിഷ്ഠയായിരുന്നു. തീരെ ചെറിയ കുട്ടികളെല്ലാം രാത്രിയിൽ അധികം വൈകുന്നതിന് മുമ്പ് തന്നെ കിടത്തി ഉറക്കുമായിരുന്നു. അവർ പ്രാർത്ഥനയെ ശല്യം ചെയ്യരുതെന്ന് നിഷ്ഠ വെച്ചിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ചും കൊന്തയെത്തിക്കുമ്പോൾ എല്ലാവരും മുട്ടിന്മേൽ തന്നെ നിൽക്കണമെന്ന് ചാച്ചന് വളരെ നിഷ്ഠ വയ്ക്കുമായിരുന്നു. അതുകൊണ്ട് പിള്ളേരെല്ലാവരും കൃത്യസമയത്ത് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒത്തുചേരുമായിരുന്നു. മാതാപിതാക്കന്മാരോടൊപ്പം തന്നെ എല്ലാ മക്കളും ഉണ്ടായിരിക്കണമെന്നും ചാച്ചൻ നിർബന്ധിക്കുമായിരുന്നു. നീണ്ട ദീർഘപ്രാർത്ഥനകളൊന്നുമില്ലായിരുന്നെങ്കിലും കൊന്തയും ശുദ്ധീകരാത്മാക്കളോടുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ സകല വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥനയും കൂടാതെ വണക്കമാസം യേശുപിതാവിൻ്റെയും മാതാവിൻ്റെയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും ഒക്കെ വണക്കമാസം കൃത്യമായിട്ട് ചൊല്ലുന്നതിനും അതിൽ സംബന്ധിക്കുന്നതിനും നിഷ്ഠ വെച്ചിരുന്നു. അന്ന് ബൈബിൾ ഇല്ലായിരുന്നു. അതിന് പകരം അമ്മച്ചിയെ കല്യാണം കഴിക്കുമ്പോൾ കൊടുത്തിരുന്ന നിത്യാരാധന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനാ പുസ്തകം എല്ലാവർക്കും ഉണ്ടത്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൊടുക്കുന്ന അതിൽ ധാരാളം വിശുദ്ധരുടെ പ്രാർത്ഥനകളും ചിത്രങ്ങളും എല്ലാമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു നിശ്ചിത ഭാഗം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന. അതിന്നും വീട്ടിലെ എല്ലാ കുടുംബങ്ങളിലും സമയനിഷ്ഠയോടുകൂടി തന്നെ ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻ്റെ പേരൻസിനോടുള്ള അടുത്ത ഈ തലമുറയ്ക്കുള്ള വലിയ ആദരവിൻ്റെ ഒരു പ്രകടനമായിട്ട് ഞങ്ങൾ കണക്കാക്കാറുണ്ട്. ദിവ്യബലിയിൽ അന്ന് പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. പള്ളികളൊക്കെ അന്ന് വളരെ കുറവായിരുന്നില്ലേ? ഇവിടെയൊക്കെ പള്ളി കുറവായിരുന്നെങ്കിലും ഒരു ഷെഡിലായിരുന്നു കുർബാന ചൊല്ലിയിരുന്നത്. ഈ ലാറ്റിൻ അച്ഛന്മാർ കോഴിക്കോട് നിന്ന് വന്നാണ് ഇവിടെ കുർബാന അർപ്പിച്ചിരുന്നത്. കുർബാന ആദ്യകാലങ്ങളിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സ്വന്തമായിട്ട് പള്ളി ഉണ്ടായപ്പോൾ മുതൽ ബുധൻ, വെള്ളി, ശനി ഈ 3 ദിവസങ്ങളിൽ ഇട ദിവസങ്ങളിലും ഞായറാഴ്ചയും എല്ലാവരും പള്ളിയിൽ പോകണമെന്ന് പിള്ളേരെല്ലാവരും പോകണമെന്ന് നല്ലപോലെ നിഷ്ഠ വയ്ക്കുമായിരുന്നു. അതിന് മുൻകൈ എടുത്തിരുന്നത് എൻ്റെ ചാച്ചനാണ്. രാവിലെ തന്നെ എല്ലാവരെയും വിളിച്ചെഴുന്നേൽപ്പിക്കും, പള്ളിയിൽ പറഞ്ഞു വിടും. ശനി ഞായർ ദിവസങ്ങളിൽ ചാച്ചനും അമ്മയും ബാക്കി എല്ലാവരും സംബന്ധിക്കും. ആ നിഷ്ഠ ഇപ്പോൾ എൻ്റെ തറവാട്ടിൽ ഒരു ദിവസം പോലും കുർബാന മുടക്കിയില്ല. എല്ലാവരും വീട്ടിലെ കുട്ടികൾ ഉൾപ്പെടെ പോകാൻ പറ്റുന്ന എല്ലാ കുട്ടികളും ചെറിയ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരെയും എല്ലാ ദിവസവും കുർബാനയെ സംബന്ധിക്കാനായിട്ട് ഉള്ള ഒരു നിഷ്ഠ എൻ്റെ വീട്ടിലുണ്ട്. സന്യാസ ജീവിതത്തിലേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം എന്തായിരുന്നു ലൈഫിൽ? പ്രധാനമായിട്ടും ഞാൻ വളരെ ചെറുപ്പത്തിൽ ആദ്യ കുർബാന സ്വീകരണം ഞാൻ ഓർമ്മിക്കുന്നു. അന്ന് ടീച്ചേഴ്സൊന്നുമില്ല. മിഷൻ ലീഗിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരാണ് ഞങ്ങളെ കുർബാന സ്വീകരണത്തിന് ഒരുക്കിയത്.
1950 ഡിസംബർ 8 ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അന്ന് തന്നെ അന്നത്തെ അച്ഛൻ ഈ കോഴിക്കോട് രൂപതയിലെ പിതാവായിരുന്നു, പത്രോണി പിതാവായിരുന്നു അന്ന് ഞങ്ങൾക്ക് കുർബാന സ്വീകരണത്തിന് വന്നിരുന്നത്. പിതാവ് ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കുള്ളെങ്കിലും ഇത്തിരിയൊക്കെ മലയാളം പറയും. അപ്പോൾ പറഞ്ഞിരുന്നു, എന്ത് കാര്യവും ആദ്യമായിട്ട് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയോട് ചോദിച്ചാൽ അത് ഏത് കാര്യവും സാധിച്ചു കിട്ടുമെന്ന്. അപ്പോൾ ഏറ്റവും ചെറുപ്പത്തിലെ തന്നെ ചിത്രങ്ങളും പടങ്ങളും വിശുദ്ധരുടെ പടങ്ങളൊക്കെ ഞാൻ ശേഖരിച്ചു വയ്ക്കുക പതിവുണ്ടായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവചരിത്രവും അതുപോലെ തന്നെ പടങ്ങളും എല്ലാം വളരെ കാര്യമായി സൂക്ഷിക്കുകയും ഒരു മിഷണറി മധ്യസ്ഥ എന്ന് പറയുന്നത്, മിഷണറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവചരിത്രം ഒക്കെ ഒരു വിധത്തിൽ വായിക്കാൻ മാത്രം പ്രായമായപ്പോൾ തുടങ്ങി ഞാനത് വായിക്കുകയും എൻ്റെ മനസ്സിൽ ഒരു മിഷണറി ആകണം, ഒരു വിശുദ്ധയാകണമെന്ന് വളരെ തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ആദ്യമായിട്ട് ചോദിക്കുന്ന ഏത് കാര്യവും സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും ഒരു വിശുദ്ധിയാകാൻ പറ്റും, എനിക്കൊരു മിഷണറിയായി പോകാൻ സാധിക്കുമെന്ന്. അങ്ങനെ ആ വിവരം ഞാൻ വികാരിയച്ഛനോട് പറഞ്ഞു. വികാരിയച്ഛൻ അന്നത്തെ അച്ഛന്മാരെ വീടുകളിലേക്ക് വീട് സന്ദർശനത്തിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു പുണ്യവതിയാകണം, എനിക്കൊരു മിഷണറി ആവണം, അതിന് ഞാൻ എന്താ ചെയ്യുക? സിസ്റ്റർ ആവണമെന്ന് പറയാൻ സിസ്റ്റേഴ്സിനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ കൊച്ചു ത്രേസ്യ പുണ്യയുടെ ചിത്രമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത്ര ചെറുപ്പത്തിലേ പോകാൻ പറ്റത്തില്ല, പഠിച്ച് വലുതാകണം, പഠിച്ചുയർന്നു കഴിഞ്ഞിട്ട് നമുക്ക് പോകാം, അപ്പം ഞാൻ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. വീണ്ടും അച്ഛനോട് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ നിർബന്ധിക്കും, അച്ഛാ ഇത്രയും പഠിച്ചാൽ മതിയോ, ഇനി പോകാറായോ എന്ന് ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു. അപ്പോഴച്ഛൻ പരിശുദ്ധാരൂപിയുടെ ഒരു ചെറിയ പ്രാർത്ഥന എനിക്ക് തന്നിട്ട് പറഞ്ഞു, നീ ഇതെല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, ഇത് ചൊല്ലി പ്രാർത്ഥിക്കണം. അപ്പോൾ പോകാറാകുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം, 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മിഷന് പോകാനോ ഏതെങ്കിലും മഠത്തിൽ ചേരാനോ എന്തിനാണെങ്കിലും പരിശുദ്ധാത്മാവ് സഹായിക്കും. തീരുമാനമെടുക്കാനായിട്ടുള്ള ഏറ്റവും പറ്റിയ വ്യക്തി ഈ പരിശുദ്ധാത്മാവാണ്. അത് പറഞ്ഞു തന്നത് ഇന്നും ഞാൻ ഓർമ്മിക്കുന്നു. അപ്പോൾ ഈ വികാരിയച്ഛൻ സജസ്റ്റ് ചെയ്തതാണോ ഈ CMC കോൺഗ്രിഗേഷൻ എന്നുള്ളത്? അതോ വികാരിയച്ഛൻ അന്ന് സജസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല എവിടേക്ക് പോകണമെന്നുള്ളതിനെക്കുറിച്ചൊന്നും. ഈ വികാരിയച്ഛൻ പിന്നീട് ഞാൻ 10ാം ക്ലാസ് പാസ്സാകുമ്പോഴത്തേക്കും അച്ഛന് അവിടെ നിന്ന് ട്രാൻസ്ഫറായി പോയി. അച്ഛനല്ല അവിടെയുള്ളത്. എനിക്ക് ഈ CMCയിലേക്ക് ഉള്ള ദൈവവിളിയെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ളൊരറിവും താല്പര്യമൊക്കെ ലഭിച്ചത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതിനു മുമ്പ് CMCയിലേക്ക് കർമ്മലിത്ത സഭയിലേക്ക് പോവുക എന്നുള്ള ഒരു പ്രചോദനം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഈ CMC കോൺഗ്രിഗേഷൻ തിരഞ്ഞെടുക്കാൻ കാരണം പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആരെങ്കിലും വ്യക്തികൾ പറഞ്ഞു തന്നിട്ട്, അന്ന് കാലത്ത് ഇങ്ങനെ കോൺഗ്രിഗേഷനെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ, ഒന്നും അറിയില്ല. അന്ന് അതിനെപ്പറ്റി എങ്ങനെ അറിഞ്ഞത്? ആരാണ് പറഞ്ഞു തന്നത്? ഞങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സിസ്റ്റേഴ്സിനെ കാണുന്നത്. ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു, സിസ്റ്റർ സെറാഫിയ, സിസ്റ്റർ ഗ്രേസ്, 2 സിസ്റ്റേഴ്സാണ് പാലായിൽ നിന്ന് തിരുവമ്പാടിയിൽ കോൺവെൻറ്റ് സ്ഥാപിക്കാൻ വേണ്ടി CMCക്കാരാണ് അവർ വരുന്നത്. അപ്പോൾ എന്തോ ഒരു പ്രദർശന വസ്തു പോലെ ഞങ്ങൾ പോയി, കുട്ടികളെല്ലാവരും പോയി നോക്കി നിന്ന് കാണുമായിരുന്നു. ഒരു വേഷവിധാനത്തെക്കുറിച്ചോ നടക്കുക ആണോ പെണ്ണോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഒരു വേഷം ഇങ്ങനെ കയറി വരുന്ന പോലെ കണ്ടതല്ലാതെ ഞങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരറിവുമില്ല. അപ്പോൾ അവർ അത്ര അപരിചിതരായിരുന്നു സിസ്റ്റേഴ്സ്. ഒരു ദിവസം എൻ്റെ ക്ലാസ് ടീച്ചറായിട്ടാണ് 8ാം ക്ലാസ്സിൽ സെറാപ്പിയമ്മ കടന്നു വരുന്നത്. സെറാപ്പിയമ്മയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന സമയം, ഒഴിവ് സമയങ്ങളിലെല്ലാം കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ഉതകുന്ന, ഭാവിക്ക് വേണ്ടി ഉപകരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കും. അതുപോലെ തന്നെ മലയാളം പഠിപ്പിച്ചിരുന്ന സിസ്റ്റർ ഗ്രേസ്, അവർ 2 പേരും വളരെ നല്ല അധ്യാപകരായിരുന്നു. അതിനു മുമ്പ് ലേ ടീച്ചേഴ്സിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അവർക്കുള്ളതിനേക്കാളൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലൊരു സമർപ്പണ ബോധത്തോടു കൂടിയാണ് കുട്ടികളെ കണ്ടിരുന്നത്. എല്ലാവരെയും സമഭാവനയോടുകൂടി സ്നേഹിക്കാനും
അതുപോലെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരുവാനും എല്ലാം പ്രചോദനം കൊടുത്തിരുന്നതെല്ലാം എനിക്ക് നല്ല ഇൻസ്പിറേഷനായിരുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രാർത്ഥനയും അതുപോലെ തന്നെ മിഷൻ ലീഗ്, സൊഡാലിറ്റി തുടങ്ങിയ ഭക്തകൃത്യങ്ങളിലുള്ള സംഘടനകളിലൊക്കെ ഉള്ള പെരുമാറ്റ രീതി എന്നെ വളരെ ആകർഷിച്ചു. അത് മാത്രമല്ല, ഞങ്ങളിങ്ങനെ ക്ലാസ്സിൽ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒഴിവുള്ള സമയങ്ങളിൽ ഈ ദൈവവിളിയെക്കുറിച്ചും ഏത് കോൺഗ്രിഗേഷന് ചേരണമെന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ വ്യക്തമായിട്ടുള്ളൊരറിവ് തരാനായിട്ട് അവർ സമയം കണ്ടെത്തിയിരുന്നു. പ്രത്യേകമായിട്ടും സിസ്റ്റർ സെറാഫിയ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. സിസ്റ്റർ എന്നെ വിളിച്ച് ആദ്യം മുതൽ എന്നോടൊരു പ്രത്യേക വാത്സല്യം കാണിക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് സിസ്റ്ററിന് ഒരു പേടി ഭയമൊന്നും കൂടാതെ എപ്പോഴും ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് എന്താ ആവശ്യമില്ലെങ്കിൽ ആവശ്യം കണ്ടെത്തി ചെല്ലുന്ന ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, ഈ CMCയിൽ എന്ത് പ്രത്യേകതയാണുള്ളത്? എന്തുകൊണ്ടാണ് ഇവിടെ എനിക്ക് CMCയേക്കാളും ഇഷ്ടം മഠത്തിൽ ഇവിടെ നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും ഇഷ്ടം മിഷന് പോകാനാണ്. അതുപോലെ കൊച്ചു ത്രേസ്യ പുണ്യതയെ പോലെ എനിക്കും ഒരു വിശുദ്ധയാകണം, മിഷൻ പ്രവർത്തനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സെറാപ്യാമ്മ പല കാരണങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് അവസാനം ഒരു കഥ പറഞ്ഞു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. എന്നെപ്പോലെ ഒരു കുട്ടി ഒരിക്കൽ ഈ സിസ്റ്റേഴ്സിനോട് ഏത് കോൺഗ്രിഗേഷനിൽ ചേരണം, SHലാണോ, ക്ലാരിസ്റ്റിലാണോ, CMCയിലാണോ, എവിടെയാണ് നല്ലതെന്ന് അന്വേഷിച്ച് നടന്നു. അപ്പോൾ ഓരോരുത്തരും അവരവൻ്റെ സഭയെക്കുറിച്ച് നന്നായിട്ട് പറയുമെങ്കിലും CMCയിൽ സഭയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു മാതാവിനെക്കുറിച്ചും മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ CMC ചേരാൻ ആഗ്രഹം തോന്നി. അത് ആ കോൺവെൻറ്റിൽ ചേർന്നു. പിന്നീട് പഠനമെല്ലാം കഴിഞ്ഞ് പ്രായമായി മരിച്ചു, സ്വർഗത്തിലേക്ക് പോവുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ഇപ്പോൾ തന്നെ സ്വർഗത്തിൽ ചെല്ലാമല്ലോ, മാതാവിൻ്റെ അടുത്തിരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഈ സിസ്റ്ററിൻ്റെ ആത്മാവ് ദാഹത്തോടു കൂടി ചെന്നു. ഇവർക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെട്ടു. മാലാഖയും കൂടെ ഉണ്ട്, ചെകുത്താനും കൂടെ ഉണ്ടായിരുന്നു. മാലാഖ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നപ്പോൾ സ്വർഗത്തിൽ ഒരിടത്തും CMCക്കാരില്ല, ഒരൊറ്റ എണ്ണത്തിനെ പോലും കാണാനില്ല. അപ്പോൾ ഈ പിശാച് അടുത്ത് നിന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ CMCക്കാരും സ്വർഗത്തിൽ പോവില്ല, നിനക്ക് വേറെ ഏതെങ്കിലും കോൺഗ്രിഗേഷനിൽ ചേർന്ന് കൂടായിരുന്നോ? ഇനി അവരെല്ലാവരും നരകത്തിലുണ്ട്. കൊച്ചു ത്രേസ്യ പുണ്യവതി അതൊക്കെ ഒരു മിഥ്യയാണ്, അങ്ങനെയൊന്നുമില്ല, വിശുദ്ധരൊന്നുമില്ല, ഉള്ളവരെല്ലാം നരകത്തിലാണ്, എൻ്റെ കൂടെയുണ്ട്. ആ കൂട്ടത്തിലിരിക്കുന്നതല്ലേ നല്ലത്, ഒറ്റയ്ക്കായിട്ട് ഈ സ്വർഗമാണെന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നതാണോ അവിടേക്ക് പോരുന്നതാണോ കൂടുതൽ നല്ലതെന്ന് ചോദിച്ചു. ആകെ ഈ സിസ്റ്ററിൻ്റെ ആത്മാവിന് വളരെ വിഷമമായി. എൻ്റെ മാലാഖ നീ എന്നെ ചതിച്ചോ എന്ന് ചോദിച്ച്, എൻ്റെ അമ്മ എവിടെയെന്ന് ചോദിച്ചു നിലവിളിച്ചു. ഉടനെ പറഞ്ഞു, മാലാഖ പറഞ്ഞു, അതാണ് നിൻ്റെ അമ്മ ഇരിക്കുന്നത്, അമ്മ ഇതാ വിളിക്കുന്നു, നീ സ്വർഗത്തിലേക്ക് നോക്കെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഈശോയുടെ അടുത്ത് ഏറ്റവും അടുത്ത് മാതാവുണ്ട്. മാതാവിൻ്റെ കാപ്പ ഇങ്ങനെ വിടർത്തി കാണിച്ചപ്പോൾ എല്ലാ വിശുദ്ധരും, കൊച്ചു ത്രേസ്യ പുണ്യവതി, അമ്മ ത്രേസ്യ പുണ്യവതി, യോഹന്നാൻ ക്രൂസ്, സകല കർമ്മലിത്ത വിശുദ്ധരും, കർമ്മലിത്ത സഭയിൽ ആ കൊച്ചറിയുന്ന സിസ്റ്റർ അറിയുന്ന മരിച്ചുപോയ എല്ലാവരെയും തിരിച്ചറിയാനും കഴിഞ്ഞു. വളരെ സന്തോഷത്തോട് ഓടി ചെന്ന് അമ്മ വിളിച്ചപ്പോഴത്തേക്കും ഈ കർമ്മല മാതാവിൻ്റെ കാപ്പയുടെ കീഴിലേക്ക് അടുത്ത് ചെന്നു. സന്തോഷമായി. പിശാച് നരകത്തിലേക്കും പോയി. ഈ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നി, മാതാവിൻ്റെ അടുത്ത് സ്വർഗത്തിൽ ചെന്നാൽ എവിടെയെങ്കിലും ഇരുന്നാൽ പോരാ, എനിക്ക് മാതാവിൻ്റെ സംരക്ഷണയിൽ ഇരിക്കാമല്ലോ, മാതാവിനോട് കൂടി ആയിരിക്കാമല്ലോ എന്ന് ഓർത്തപ്പോൾ പിന്നീട് ഞാൻ ഒരിക്കലും അങ്ങനെ മറ്റൊരു കോൺഗ്രിഗേഷനിലേക്ക് ചേരുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഈ കഥയിലൂടെയാണ് അപ്പോൾ ഈ CMC കോൺഗ്രിഗേഷൻ തിരഞ്ഞെടുത്തതെന്നാണ് പറയുന്നത്. ഞാൻ 8ാം ക്ലാസ്സിലെ ടീച്ചറായിരിക്കുമ്പോൾ സിസ്റ്റർ തെരേസ് മേരി, അന്നത്തെ PJ അന്നമ്മ എൻ്റെ ക്ലാസ്സിലെ കുട്ടിയായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ കുട്ടികളുടെ നാനാതരത്തിലുള്ള വികസനത്തിനുള്ള പരിപാടികളൊക്കെ നടത്തി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊന്നും അധികം ഇല്ലായിരുന്നു. അതുകൊണ്ട്
സിസ്റ്ററിൻ്റെ കഴിവുകളൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ പരിചയപ്പെടുന്നത് സിസ്റ്റർ 10ാം ക്ലാസ് പാസ്സായി. ഈ ഇടവക്കാരത്തി ആയതുകൊണ്ട് ഈ ഇടവകയിലെ പിള്ളേർ സഭയിൽ ചേർന്നെങ്കിൽ സഭ വളരുള്ളൂ. അതുകൊണ്ട് അപ്പോൾ അന്നത്തെ സിസ്റ്ററിനെ മാതാപിതാക്കന്മാരെ കണ്ട് ഇങ്ങോട്ട് വിളിച്ചു. അങ്ങനെ ഞാനും പഠിപ്പിച്ച കാലത്ത് പിള്ളേരോട് ഇങ്ങനെ ഒരു വേദപാഠത്തിനൊന്നും പുസ്തകങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതിനൊക്കെ കഥയുണ്ടാക്കി പിന്നെ എൻ്റെ അറിവും കൂടെ പ്രയോഗിക്കുകയായിരുന്നു. ഒരു ദിവസം വേദപാഠത്തിന് ഞാൻ പറഞ്ഞത്, ഒരു ചേട്ടന് മരിച്ച് സ്വർഗത്തിൽ ചെന്നു. അപ്പോൾ പത്രോസ് ശ്ലീഹയോട് ചോദിച്ചു ഇങ്ങനെ അവിടെയുള്ളവരുടെ എല്ലാം വിശേഷങ്ങൾ, ചേട്ടന് പരിചയമുള്ള സ്വന്തക്കാരും ഒക്കെ അവിടെയുണ്ട്. അങ്ങനെ ഓരോരുത്തരെ കാണിച്ചപ്പോൾ പിന്നെ അവിടെ ഒരു കൂട്ടരെ ആ ഇടവകയിലെ സിസ്റ്റേഴ്സിനെ ആരെയും കാണുന്നില്ല. ആ സഭയിൽപ്പെട്ടവരെ എവിടെയും കാണുന്നത് കർമ്മലീത്താമ്മയുടെ വരണം. അപ്പോൾ അവിടുത്തെ ആരും ഇവിടെ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം മാതാവിൻ്റെ കാപ്പ അതൊക്കെ ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ഈ കർമ്മിതാക്കാരെല്ലാം മാതാവിനോട് ചേർന്ന് കാപ്പയുടെ കീഴിൽ പ്രത്യേക സംരക്ഷണയിലായിരുന്നു. അതുകൊണ്ടാണ് തുറന്നപ്പോഴേ കാണാതിരുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ കുറേ പിള്ളേർക്ക് അത് വലിയ ഇഷ്ടമായിപ്പോയി. അപ്പോൾ അതിൽപ്പെട്ട ഒരാളാണ് സിസ്റ്റർ തെരേസ് മേരി. അപ്പോൾ ഇങ്ങനെ ഒരു സന്യാസ ജീവിതത്തിലേക്ക് വരുന്നതിനെ പറ്റി മാതാപിതാക്കൾ അറിഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു? ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ചാണ് ഈ കഥ കേൾക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ 1959 സെക്രട്ടേറിയറ്റ് ഹൈസ്കൂളിലെ 2nd ബാച്ചിൽ ഞാൻ ഒരുവിധം നല്ല മാർക്കോടുകൂടി പാസ്സായി. വീട്ടിലെല്ലാവർക്കും സന്തോഷമായി. അധികം പേരും തോറ്റുപോയ ആൾക്കാരായിരുന്നു. എൻ്റെ ഒപ്പം മിഷന് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് വളരെ സന്തോഷിച്ച് നടന്ന 3 കുട്ടികളുണ്ടായിരുന്നു. അവർ 3 പേരും തോറ്റുപോയി. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായി. അപ്പം വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞപ്പോഴേ പറഞ്ഞു, യാതൊരു കാരണവശാലും മിഷന് വിടില്ല, തന്നെയല്ല ഇപ്പം തന്നെ കോൺവെൻറ്റിലോട്ടൊന്നും പോകാൻ ചോദിക്കുകയേ വേണ്ട. അവർക്കും ഈ സിസ്റ്റേഴ്സിനെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊട്ടും സമ്മതിക്കില്ല. ചാച്ചൻ സമ്മതിക്കില്ല, അമ്മ സമ്മതിക്കില്ല. അതുപോലെ ആങ്ങളമാരൊക്കെ പറഞ്ഞു, തിരിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് വന്നാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ട് ആരും വരത്തേ ഇല്ല. അതുകൊണ്ട് ഇച്ചിരൂടെ പ്രായമായിട്ട് പക്വതയൊക്കെ വന്നിട്ട് എന്തെങ്കിലും പഠിച്ചൊരു ജോലിയൊക്കെ ആയിട്ട് പോക്കി ഒരു തടസ്സവും ഇല്ല, ഞങ്ങൾ എവിടെ വേണമെങ്കിലും ഇട്ടേക്കാം, ഈ ചെറിയ പ്രായത്തിൽ വിടില്ല, അത് പക്വതയോടുകൂടിയുള്ള ഒരു തീരുമാനമായിരിക്കില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി. അപ്പോൾ എൻ്റെ ഒരു ചേച്ചി, നേരെ മൂത്ത ചേച്ചി പറഞ്ഞു, നീ ഒരു കാരണവശാലും നിനക്കങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവർ പറയുന്നത് അനുസരിക്കരുത്, നീ വാശി പിടിക്കണം, കരയണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. അത് പറഞ്ഞ് ഞാൻ ഈ വിദ്യകളെല്ലാം പ്രയോഗിച്ചു. അവസാനം എൻ്റെ നിർബന്ധ ബുദ്ധിയോടുകൂടി ഇവരെല്ലാവരും ഒരുവിധമൊക്കെ സമ്മതിച്ചു. ഈ വിവരം ഞാൻ ആ സിസ്റ്റേഴ്സിനോട് പറഞ്ഞപ്പോൾ അവർ സിസ്റ്റർ സെറാഫിയായും സിസ്റ്റർ ഗ്രേസും ഒക്കെ എൻ്റെ വീട്ടിൽ വരികയും ഇവരെയൊക്കെ വിളിച്ച് കണ്ട് സംസാരിച്ച്, പേടിക്കാനൊന്നുമില്ല, അത് കഴിഞ്ഞിട്ട് അവർ പഠിപ്പിക്കും, തീർച്ചയായിട്ടും പഠിപ്പിക്കും, അതുകൊണ്ട് അങ്ങനെ ഒരു പരാജയമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവർക്കറിയാവുന്ന ഭാഷയിലെല്ലാം ഇവരെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഞാൻ 1959 ജൂലൈ 16-ാം തീയതി ഈ CMC സഭയിലേക്ക് ഫോർമേഷന് വേണ്ടി പോന്നു. അപ്പോൾ ഈ 1961 സന്യാസ സഭാവസ്ത്രം സ്വീകരിച്ചല്ലോ അല്ലേ? സിസ്റ്റർ അടുത്ത് വന്നതിന് ശേഷമുള്ള പഠന കാലഘട്ടങ്ങൾ, അതായത് ഫോർമേഷൻ കാലഘട്ടങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 1959 തന്നെ ഞാൻ കരൂര് പോയി നോവിഷ്യറ്റ് കഴിഞ്ഞു. 2 വർഷം. ഇത്ര ദീർഘമായ ഒരു ഫോർമേഷൻ അന്ന് ഉണ്ടായിരുന്നില്ല. 1961 ഏപ്രിൽ 22-ാം തീയതി ഞാൻ സഭാവസ്ത്രം സ്വീകരിച്ച് വ്രതവാഗ്ദാനമൊക്കെ നടത്തി വീണ്ടും തിരിച്ച് തിരുവമ്പാടിയിൽ തന്നെ എത്തി. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ തുടർന്ന് പഠിക്കണമെന്നുള്ള നിർബന്ധം തുടങ്ങി. എനിക്കന്നേരം പഠിക്കണമെന്ന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്തെങ്കിലും കോൺവെൻറ്റിലെ ജോലികളൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് ഭക്ഷണ ഡിപ്പാർട്ട്മെൻറ്റിലെങ്ങാനും ജോലി ചെയ്താൽ
അല്ലെങ്കിൽ ഒരു ലൈബ്രറിയനാകാൻ അത്രയും കൂടുതലുള്ള ഒരു താല്പര്യം എനിക്കൊന്നിനുമില്ലായിരുന്നു. പക്ഷേ സഭയുടെ ആവശ്യാനുസരണം ഇപ്പം പഠിക്കണം, വിടുന്നിടത്ത് പോകണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ പ്രീ ഡിഗ്രിക്ക് തൃശ്ശൂർ സെൻറ്റ് മേരീസ് കോളേജിലും പിന്നെ തുടർന്ന് BSc കൊല്ലം ബാത്തിമ കോളേജിലും B.Edന് എറണാകുളം സെൻറ്റ് ജോസഫ്സ് കോളേജിലും പഠിച്ചു. അങ്ങനെ ഞാൻ എല്ലായിടത്തും ദൈവാനുഗ്രഹത്താൽ നല്ല മാർക്കോടുകൂടി പാസ്സായി തിരിച്ച് തിരുവമ്പാടിയിലെത്തി. അങ്ങനെ ഒരു ടീച്ചർ എന്ന നിലയിലേക്ക് ഉയർന്നു അല്ലേ? മലബാറിലെ CMC പ്രൊവിൻസിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊവിൻഷ്യാളും ഒക്കെ ആയിട്ട് നിരവധി വർഷങ്ങളായി സേവനം ചെയ്തു വന്നിരുന്ന സിസ്റ്റർ തെരേസ് മേരിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സിസ്റ്ററുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായി അടുത്ത ആഴ്ച വരെ നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.